നേതാവായ ശ്രീ ബാബു സാർ, സെക്രട്ടറി ഡൊമിനിക്കേട്ട, കരിമണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജിൻസ് ജോൺ, മറ്റ് സ്നേഹതീരം കുടുംബാംഗങ്ങളെ, നമ്മളിന്നിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് 2005 നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും പുതിയ വർഷം 2026 വളരെയേറെ പ്രതീക്ഷയോടെ കടക്കാനും അതിനൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് അവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 2025 നമ്മൾ ഇവിടെ കൂടി 2025 തുടങ്ങാനായിട്ട് നമ്മളിവിടെ കൂടിയതാണ്. അന്ന് പ്രത്യേകിച്ച് എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ 2025 അവസാനമായപ്പോൾ ഡിസംബർ മാസം ആയപ്പോഴത്തേക്കും ഗ്രാമപഞ്ചായത്തിലോട്ട് മത്സരിക്കാനുള്ള ഒരു അവസരം കിട്ടുകയും അതിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കാനും പറ്റി. അതിന് ആദ്യമായിട്ട് ഞാൻ ദൈവത്തിനോട് ഒത്തിരി നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഇതിന് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അതുപോലെ 2026 എനിക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകളോട് കൂടിയാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നത്. അത് 2020 എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വാർഡിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രവർത്തിക്കാനുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം. ഡൊമിനിക്കേട്ടൻ പറഞ്ഞുകൊണ്ട് ഈ ചിരിക്കുന്ന മുഖം 5 വർഷം കഴിയുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തന്നെ കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം എനിക്ക് വേണം. തെറ്റുകളും കുറവുകളും ഒക്കെ ഉണ്ടാവും. എനിക്ക് ഇങ്ങനെ പൊതുപ്രവർത്തനങ്ങളിൽ ഇറങ്ങി വലിയ പരിചയമൊന്നും ഇല്ലാത്ത ആളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തെറ്റുകളും കുറവുകളൊക്കെ ഒത്തിരി കാണും. അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് കൂടുതൽ വഷളാക്കാതെ ആ പ്രശ്നങ്ങൾ എന്നോട് തന്നെ പറഞ്ഞ് അതിനെ പ്രശ്നം ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം എനിക്ക് നിങ്ങളുടെ നിന്ന് തന്നെയാണ് വേണ്ടത്. അത് ഒത്തിരി പറഞ്ഞാൽ അത് ഒത്തിരി ഇതായി പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു സഹകരണം നിങ്ങളെല്ലാവരിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഈ ഇപ്പോഴത്തെ സാഹചര്യം കടമപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സ്നേഹതീരം കുടുംബത്തോട് തന്നെയാണ്. 10-12 വർഷക്കാലമായി ഇതിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് ബാബു സാറും ഡൊമിനിക്കേട്ടൻ അതുപോലെ നിങ്ങൾ ഓരോരുത്തരും എന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നും ഇങ്ങനെ മൈക്കിന് മുമ്പിൽ നിന്ന് ആദ്യമായിട്ട് പറയാൻ പഠിച്ചതും ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ്. അതുപോലെ കുടുംബശ്രീയോട് ഞാനിന്ന് കടപ്പെട്ടിരിക്കുന്നു. പഞ്ചായത്തിന് ഒരാവശ്യത്തിന് വരെ ഞാൻ പഞ്ചായത്ത് ഒരു കാര്യത്തിന് പോയില്ല. കുടുംബശ്രീ സെക്രട്ടറി ആയ പിന്നെയാണ് ആദ്യമായിട്ട് പഞ്ചായത്തിലും ബാങ്കിലും ഒക്കെ ഓരോ കാര്യത്തിന് പോയി. ഇത്രയൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റിയത് നമ്മുടെ ഈ ചെറിയ ഈ അസോസിയേഷനിൽ നിന്നാണ് ഇത്രയൊക്കെ കരുത്ത് എനിക്ക് കിട്ടിയത്. ഇനി മുമ്പോട്ടും ഇങ്ങനെ തന്നെ നല്ല എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കണം. നല്ലൊരു പ്രതീക്ഷയോട് കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എല്ലാവർക്കും ന്യൂ ഇയറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. വിജയത പറയാനായിട്ട് ജെസ്സി അറിയിക്കേണ്ട ക്ഷണിക്കുന്നു. 2025 തീരാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. 2026 എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും നേരുന്നു. അതുപോലെ തന്നെ കൃതജ്ഞത പറയുമെന്ന കർത്തവ്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ആദ്യം കൃതജ്ഞത പറയാനുള്ളത് നമ്മുടെ സ്നേഹത്തിന്റെ നെടുംതൂണായി നിൽക്കുന്ന 2 പേരുണ്ട്. നമ്മുടെ ബാബു സാറും ഡൊമിനിക്കേട്ടനും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നു ഇത് ഒരുമയോടെ കൊണ്ടുപോകാൻ നമ്മളെ ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകുന്നത് ബാബു സാറാണ്. ബാബു സാറിന് സ്നേഹദീപത്തിന്റെ പേരുള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ നെടുംതൂണായിട്ട് നിൽക്കുന്ന മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ ഡൊമിനിക്കേട്ടൻ, സ്നേഹദീപത്തിന്റെ സെക്രട്ടറി. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഫോണിൽ മെസ്സേജ് ഇട്ട് നമ്മളെ അറിയിക്കും. നമുക്ക് നമ്മുടെ സെക്രട്ടറിയോട് പ്രത്യേകം സ്നേഹദീപത്തിന്റെ പേരുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. അതുപോലെ അടുത്ത് നമുക്ക് കൃതജ്ഞത അർപ്പിക്കാനുള്ളത് നമ്മുടെ വാർഡ് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തി നമ്മുടെ യോഗ ഉദ്ഘാടനം ചെയ്ത ജിൻസ് ജോണിന് ഞങ്ങളുടെ എന്റെ പേരിലും അതുപോലെ സ്നേഹദീപത്തിന്റെ പേരിലുള്ള കൃതജ്ഞത ഞാൻ അർപ്പിക്കുന്നു. അതുപോലെ നമ്മുടെ സ്നേഹദീപത്തിന്റെ കുടുംബാംഗം തന്നെയായ ജിസ്മി മാത്യുവിന് നമ്മുടെ സ്നേഹദീപത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ നമുക്ക് ഈ സ്ഥലം നമുക്ക് ഇവിടെ ഒരുക്കി തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു ഒരുമയോടെ കൂട്ടായ്മയോടെ വർദ്ധിക്കാനുള്ള സാഹചര്യം ചെയ്തെന്ന നെൽക്കുന്ന കുടുംബത്തിനും മേരി ചേച്ചിക്കും പ്രത്യേക സ്നേഹദീപത്തിന്റെ വക കൃതജ്ഞത അർപ്പിക്കുന്നു. പിന്നെ അർപ്പിക്കാനുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കില്ലായിരുന്നു. അപ്പൊ നിങ്ങളുടെ കൂട്ടായ പ്രവർത്തനവും ഒരുമയും സ്നേഹവുമാണ് ഈ കൂട്ടായ്മ ഇതുപോലെ നല്ല ഭംഗിയായി നടക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്നേഹത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. ന്യൂ ഇയറിന്റെ എല്ലാ മംഗളങ്ങളും ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ.